അപ്പോഴേ ഇനി ആരും മാങ്ങ പഴുക്കാൻ നോക്കിയിരിക്കണ്ട കേട്ടോ. പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ഹോം മെയ്ഡ് ജാം ഉണ്ടാക്കാം. പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ നല്ലോണം കഴുകിയെടുത്ത് കുക്കറിലിട്ടൊന്ന് അടിപൊളിയായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടൊന്ന് അറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ ഉപയോഗിച്ച് തൊലി കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് അതിനകത്ത് മാങ്ങാണ്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് ഇട്ട് നമ്മുടെ മാങ്ങ വേവിച്ചപ്പോഴത്തേക്കും ബാലൻസ് വന്ന കുറച്ച് വെള്ളമുണ്ട്, അതും കൂടെ ഒഴിച്ചിട്ട് ജാറ് ഉടച്ച് അടിപൊളിയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനിതാ നമ്മൾ അടിച്ചെടുത്തേക്കുന്ന മാങ്ങ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലൊഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേ. നമ്മൾക്ക് ആവശ്യമായ പരുവത്തിലേക്ക് ഈ മാങ്ങാപ്പൾപ്പ് എത്തുന്നവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നമ്മളിതങ്ങനെ ഇളക്കി നമ്മളുടെ ആവശ്യത്തിനുള്ള പരുവത്തിലാകുമ്പോൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ജാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കുക. ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും കണ്ട അത് കറക്റ്റ് പാകത്തിലേക്ക് വന്നത്. ഇനി ഇതിൻ്റെ കൂടെ ബ്രെഡോ ബണ്ണോ എന്താണെന്ന് വെച്ചാൽ കൂട്ടി കഴിക്കാം കേട്ടോ. നമ്മളിവിടെ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല നാച്ചുറൽ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കളർ വേണമെന്നുള്ളവർക്ക് ബീറ്റ്റൂട്ടിൻ്റെ ജാറോ ഫുഡ് കളറോ ചേർക്കാം കേട്ടോ. വർഷ കഴിച്ചു നോക്കി ആ റിയാക്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ സംഗതി അടിപൊളിയാണെന്ന്. അപ്പൊ ശരി, ഇപ്പൊ പോയിട്ട്